ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെയിറ്റ്. അലമ്പാക്കാൻ നോക്കണ്ട, ഇടഞ്ഞാലും നിന്റെ 16 പുകഞ്ഞി. സോ ഗൈസ്, നമ്മളിന്ന് ഗെയിമിങ്ങിൽ നിന്ന് മാറ്റി പിടിച്ച് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പണ്ട് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അന്ന് ഇട്ടപ്പോൾ നമ്മുടെ ചാനൽ അങ്ങ് ടെർമിനേറ്റായി പോയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ആ വീഡിയോ ഇപ്പോൾ ഇല്ലാത്തത്. അതുപോലെ തന്നെ പണ്ടത്തെ വീഡിയോ ഒന്നും ഇപ്പോൾ ഇല്ല, കാരണം അന്ന് ടെർമിനേറ്റ് ആയതിനു ശേഷം പിന്നെ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് WF-33 എന്ന് പറയുന്ന ഒരു സ്പീക്കറാണ്. അപ്പോൾ സബ്സ്ക്രൈബ് അടിക്കാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കനോട് അടിച്ചിടുക. എന്നാലേ ഇതുപോലത്തെ അൺബോക്സിങ് വീഡിയോസും ഗെയിമിങ്ങിൻ്റെ വീഡിയോസും പിന്നെ നമ്മൾ റിവ്യൂ കണ്ടൻറ്റും കൂടി ചെയ്യാൻ പോകുന്നുണ്ട്. പുഷ്പാറ്റിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പിന്നെ അന്ന് മടി കാരണം ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ കണ്ടൻറ്റിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. നമുക്ക് നേരെ കണ്ടന്റിലോട്ട് തന്നെ പോവാം. അപ്പോൾ നമ്മൾ തുറന്നു വെക്കുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ്. ഈ സ്പീക്കർ നമുക്ക് 1, 2, 4 കളറായിട്ടാണ് കിട്ടുന്നത്. ഒന്ന് കറുപ്പ്, ഒന്ന് ചുവപ്പ്, ഒന്ന് നീല, പിന്നെ പട്ടാളത്തിൻ്റെ പാറ്റേണായിട്ട്. ഇത് നമ്മൾ ബ്ലാക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് WF-ൻ്റെ W33 എന്ന് പറയുന്ന മോഡലാണ്. പിന്നെ വെർഷൻ 5.3 നമുക്ക് ഫോണും സ്പീക്കറിന് കടത്തിട്ട് ഫോണും കൊണ്ട് നമുക്ക് 10 മീറ്റർ വരെ പോകാൻ പറ്റും. അത് ഡിസ്റ്റൻസ് 10 മീറ്റർ ഉണ്ടെന്നാണ്. പിന്നെ ഔട്ട്പുട്ട് പവർ 10 വോൾട്ട്, നക്ഷത്രം 1 എന്തോ എനിക്കറിയത്തില്ല, നിങ്ങൾ പറ. ബാറ്ററി കപ്പാസിറ്റി 1250-ൻ്റെയാണ്. ബാറ്ററി ലൈഫ് 2 തൊട്ട് 6 മണിക്കൂർ വരെയാണ്. വളരെ നല്ലൊരു ഇതാണ്. വർക്കിംഗ് വോൾട്ടേജ് DC 5V ആണ്. ഫങ്ഷൻ USB ഉണ്ട്, TF എന്തോ മൈക്കുണ്ട്, TWS-ൻ്റെ അത് നല്ലൊരു ഇതാണ്. LED ലൈറ്റ് ഉണ്ട്, കണ്ടോ. പിന്നെ FM ഉണ്ട്. അപ്പോൾ AX കേബിളില്ലാതെ എങ്ങനെ FM വെക്കും? അതൊക്കെ കൂട്ടും. അപ്പോൾ നമുക്ക് പയ്യെ തുറക്കാം. WUF ചാർജർ, സ്പീക്കർ നല്ല ക്വാളിറ്റിയാണ്. പിടിക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ്. കൊള്ളാം. അതിൻ്റെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ക്ലീനായിട്ടാണ് തന്നുവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളത്. AX കേബിൾ ഉണ്ടോ നോക്കാം. ഇവിടെ Type-C ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ USB ഉണ്ട്, മൈക്കുണ്ട്, പിന്നെ SD കാർഡ് ഇടാനുള്ള ഹോളോട് ഉണ്ട്. പക്ഷേ FM ഉണ്ടെന്ന് പറഞ്ഞിട്ട് AX കേബിൾ ഇല്ലാതെ നമ്മൾ എങ്ങനെ FM വെക്കും? ഞാൻ എളുപ്പം മാത്രമല്ല കേൾക്കാൻ എടുത്തിട്ടുണ്ട്. അത് പോട്ട് നമുക്ക് എന്തായാലും ഇത് ഓണാക്കി നോക്കാം, സൗണ്ട് നോക്കാം. Welcome to WUF Music World. Bluetooth mode. വെൽക്കം ടു WF മ്യൂസിക് വേൾഡ്. കൊള്ളാം. ലൈറ്റ് ഉണ്ടോ? നിങ്ങൾ ലൈറ്റ് മാറ്റാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. കൊള്ളാം. ഇന്ന് ലൈറ്റ് ഉണ്ട്. കൊള്ളാം. ഇച്ചിരി ലാഗാണ്. ഇത് ഇച്ചിരി ലാഗാണ്, പക്ഷെ കൊള്ളാം. അടിപൊളിയാണ്. റെഡ് മാത്രമാണ്. കളർ മാത്രമാക്കാൻ പറ്റും. ഇല്ലടാ, ഇങ്ങനെ വരും. ഇത് പെട്ടെന്ന് പതിയെ ഇതാണെന്നാണ് കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇത് നമ്മൾ വിചാരിക്കുന്ന കളർ മാത്രമാക്കാൻ പറ്റുന്ന ഓപ്ഷൻ വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് മാനുവലായിട്ട് കിടന്നോട്ടെ. നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് ആയിട്ട് പാട്ട് വെക്കാൻ എൻ്റെ സെപ്പറേറ്റ് ഫോണില്ല. അതുകൊണ്ട് 16 GB പെൻഡ്രൈവ് ഇതിനകത്ത് ഓൾറെഡി കുറേ പാട്ടുണ്ട്. A few moments later. അടങ്ങിരി ഞാൻ മാക്സിമം കൂടിയല്ല, കുറച്ച് കൂടെ പുറത്താണ് വെച്ചേക്കുന്നത്. കാരണം മാക്സിമം കൂടി വെച്ചാൽ
ഒരു ടൈലിട്ട മുറിയിൽ മുഴുവൻ നല്ലപോലെ കേൾക്കാം. എന്നുവെച്ചാൽ എൻ്റെ എക്കോ അനുസരിച്ച് നല്ല വോളിയമാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനിപ്പോൾ ബാസ് ബൂസ്റ്റ് പാട്ട് വെച്ച് നോക്കി നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ ഈ സബൂഫർ കിടന്ന് ടിമ്മിട്ട് കിടന്ന് അടിക്കത്തില്ല. നല്ല ക്വാളിറ്റിയൊക്കെയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് മേടിക്കണം, നല്ലതാണ്. സൗണ്ടിൻ്റെ ഔട്ട്പുട്ട് വളരെ ക്വാളിറ്റി, ഒരു പ്രീമിയം ഫീലാണ് നൽകുന്നത്. വളരെ നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈക്വലൈസർ ഡൗൺലോഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ബാസ് ബൂസ്റ്റ് പാട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്ന അത്ര ഉള്ള ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഇത് സാധാരണ യൂസിന് വളരെ നല്ലതാണിത്. വളരെ നല്ലൊരു സ്പീക്കറാണിത്. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. അടിപൊളി സ്പീക്കർ, മസ്റ്റ് ട്രൈ. പിന്നെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുന്ന സ്പീക്കർ. ഇതിപ്പോൾ നമ്മുടെ ചാനലിനകത്തില്ല. കാരണം ഇത് മറ്റേ ടെർമിനേറ്റ് ആയി പോയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അങ്ങ് പോയി. ഇത് ഇപ്പോഴത്തെ അവസ്ഥ നോക്കുവാണെങ്കിൽ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഫുൾ ചാർജാണ്, ലൈറ്റ് കത്തും, പിന്നെ എന്തോ വിയർഡായിട്ടുള്ള സൗണ്ട് മാത്രം കേൾക്കാം, അല്ലാതെ വേറൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ചത്തു. നമുക്ക് ഓഫാക്കി ഇങ്ങോട്ടെങ്ങനെ വെക്കാം, ശരിയാക്കാൻ കൊടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 സ്പീക്കർ സെറ്റ് ചെയ്യും. ഒന്ന് ബോട്ടിൻ്റെ സ്റ്റോൺ 350, ബ്ലൂടൂത്താണ്, 12 ബാറ്ററി ലൈഫുണ്ട്. പിന്നെ IP67 സ്പാർഷ് റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ TWS മോഡുണ്ട്. പിന്നുള്ളത് 3490 രൂപ ആണ്. 1300 രൂപയ്ക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. ഇപ്പോൾ ലോ ബഡ്ജറ്റ് ആണെങ്കിൽ സെബ്രോണിക്സിൻ്റെ PSPK എന്ന് 9 എന്ന് പറയുന്നൊരു സ്പീക്കറുണ്ട്. ബ്ലൂടൂത്താണ്, 10 ഹവറിൻ്റെ ബാറ്ററി ലൈഫുണ്ട്. കൺഫിഗറേഷൻ മോഡാണ്, AC അഡാപ്റ്റർ കിട്ടും. 1000 രൂപയാണ് റിയൽ ലൈഫിൽ, 615 രൂപ ഫ്ലിപ്കാർട്ടിൽ. നമസ്തേ.